സിനിമയിലൊക്കെ സംഭവിക്കുന്നത് പോലെ നമ്മൾ ഏകാന്തനായിരിക്കുമ്പോ നമ്മളെ രക്ഷിക്കാൻ ഒരു നടനും കടന്നു വരൂല. യഥാർത്ഥ ജീവിതത്തില് സിനിമകളിൽ അങ്ങനെയാണ്. ആരെങ്കിലും ഇങ്ങനെ ഏകനായി ഡിപ്രഷനിലായി ആരാരുമില്ലാതിരിക്കുമ്പോ രക്ഷപ്പെടുത്താൻ ഒരു ഹീറോ കടന്നു വരും. ഒരു പെണ്ണാണെങ്കിൽ ഒരു ആണുണ്ടാകും രക്ഷപ്പെടുത്താൻ, ഒരാണാണെങ്കിൽ ഒരു കാമുകി വരും രക്ഷപ്പെടുത്താൻ. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഡിപ്രഷൻ അടിച്ച് ഒറ്റയ്ക്കിരിക്കുമ്പോ നമ്മെ രക്ഷപ്പെടുത്താൻ ഒരാളുണ്ടാവൂല, നമ്മെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവൂല, നമ്മളോട് സഹകരിക്കാൻ ഒരാളും ഉണ്ടാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ള ആളുകളെ ആശ്രയിക്കാതെ മറ്റുള്ള ആളുകളെ സഹായിക്കുന്നവരാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്യദുൽ ഉല്യ, എപ്പോഴും ഉയർന്ന കൈകളാകണം എന്നുള്ള താല്പര്യം നമ്മൾക്കുണ്ടാവണം. അടക്കത്തോട്ടാണ് പണ്ട് മുതലേ നമ്മൾക്കുള്ളത്. ഉപ്പയിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതാണ്. പിന്നെ അത് തന്നെ മരിക്കുന്നത് വരെ അത് തന്നെ. വേറൊരു ബിസിനസിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല. ആ കിട്ടുന്ന പണം കൊണ്ട് കുടുംബം പോറ്റുന്നു. അതിൽ നിന്ന് മിച്ചമായത് ബാങ്കിൽ വെക്കുന്നു, അല്ലെങ്കിൽ അലമാരയിൽ വെക്കുന്നു. അതിനപ്പുറം മറ്റൊരു ബിസിനസിനെ കുറിച്ചോ ഇനിയും തോട്ടം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചോ അയാൾ ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ അലസന്മാരായ മടിയന്മാരായ ആളുകളുടെ അടയാളമാണ്. ഒരാളൊരു കച്ചവടം ചെയ്തൊരു സൂപ്പർ മാർക്കറ്റ്, നല്ല കച്ചവടമുണ്ട്, നല്ല ലാഭമുണ്ട് വർഷങ്ങളായി. രണ്ടാമതൊരു സ്ഥാപനത്തെ കുറിച്ച് അയാൾ ചിന്തിച്ചില്ലെങ്കിൽ അത് അയാളുടെ അലസതയുടെ അടയാളമാണ്. അത് അയാളുടെ മടിയെക്കുറിച്ചുള്ള മടിയുടെ അടയാളമാണ്. രണ്ടാമതൊന്നിനെ കുറിച്ച് ചിന്തിക്കണം. ഒരുപക്ഷെ പൊട്ടിയേക്കാം, ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം, നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ആ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനെ ഭയക്കലാണ് ഭീരുത്വം എന്ന് പറയുന്നത്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്വത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. ഒന്നാമത്തെ സൂപ്പർ മാർക്കറ്റ് വിജയിച്ചപ്പോ രണ്ടാമതൊന്നിടാൻ പേടി. പഠിച്ചോനെ, അത് നഷ്ടം വന്നാലോ, കൂട്ടേണ്ടി വന്നാലോ, കോടികൾ പോയാലോ? ഈ ഭയം ഒരു കച്ചവടക്കാരൻ ഉണ്ടാവാൻ പാടില്ല, ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മൾക്ക് ഒരേ ഒരു സോഴ്സിൽ നിന്നല്ല നമ്മുടെ വരുമാനം വരേണ്ടത്. വ്യത്യസ്തമായ സോഴ്സുകളിൽ നിന്ന് നമ്മുടെ വരുമാനം ഉണ്ടാവണം. തൊട്ടപ്പുറത്തെ തോട്ടത്തിൽ നിന്ന് വരണം, അതിന്റെ വരുമാനം, അതിന്റെ പ്രോഫിറ്റ് കൊണ്ട് നമ്മളൊരു ഷോപ്പ് ഇടണം, അതിൽ നിന്നൊരു വരുമാനം വരണം. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അപ്പുറത്തൊരു ടെക്സ്റ്റൈൽസ് ആവണം. അഥവാ നമ്മുടെ കച്ചവടം എന്ന് പറയുന്നത് സീസണുകൾക്കനുസരിച്ച് മാറി വരുന്ന കച്ചവടമാണ്. ഇന്ന് സൂപ്പർ മാർക്കറ്റിലാണ് കച്ചവടമെങ്കിൽ നാളെ ടെക്സ്റ്റൈലിലായിരിക്കും. കോവിഡ് വന്നപ്പോൾ ടെക്സ്റ്റൈലുകാർക്ക് കച്ചവടമില്ല, ജ്വല്ലറിക്കാർക്ക് കച്ചവടമില്ല, ഹോട്ടലുകാർക്ക് കച്ചവടമില്ല. ആകെ കച്ചവടം ഉണ്ടായത് സൂപ്പർ മാർക്കറ്റുകാർക്കാണ് കോവിഡിന്റെ സമയത്ത് കച്ചവടം ഉണ്ടായത്. അപ്പൊ എല്ലാ ഹോട്ടലുകാരും കടം കൊണ്ട് പ്രയാസപ്പെട്ടു, ടെക്സ്റ്റൈലുകാർ കടം കൊണ്ട് പ്രയാസപ്പെട്ടു. എന്തേ? ജോലിക്കാർക്ക് സാലറി നൽകണം. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ബിസിനസ് അവരുടെ കൈകളിൽ ഇല്ലാത്തത് കൊണ്ട്. ആ ഒരു സ്ഥാപനമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ സ്ഥാപനമുള്ള വഴിയിലാണ് റോഡ് വീതി കൂടുന്നത്. റോഡ് വീതി കൂടുമ്പോഴേക്കും ബിൽഡിങ്ങുകൾ പൊളിക്കാനുള്ള ഓർഡർ ഉണ്ടായി. നമ്മുടെ സ്ഥാപനം പൂട്ടി. ഇനി എവിടെന്നാ നമ്മൾക്ക് വരുമാനം വരിക? അതുകൊണ്ടാണ് ഒന്നിനെ ആശ്രയിക്കാതെ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക്, രണ്ടിൽ നിന്ന് മൂന്നിലേക്ക്, അങ്ങനെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അലസന്മാരായി നമ്മൾ മാറാൻ പാടില്ല. പണമുണ്ടെങ്കിൽ എന്താ കുഴപ്പം? പണം ഉണ്ടാവണം. പണമുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് അന്തസ്സുണ്ടാകുന്നത്. നമ്മുടെ ചെലവ് കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിന്റെ ചെലവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പള്ളികളെ സഹായിച്ചുകൂടെ? പിന്നെ നമ്മൾക്ക് മദ്രസകളെ സഹായിച്ചുകൂടെ? കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് 20 കോടി മുസ്ലിമീങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് അതിൽ1 കോടി മുസ്ലിമീങ്ങൾക്കാണ് എഴുത്തും വായനയും അറിയുന്നത്, ഖുർആൻ ഓതാൻ അറിയുന്നത് 1 കോടി മുസ്ലിമീങ്ങൾക്ക്. ബാക്കി 19 കോടി മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. ഫാത്തിഹ വരെ മര്യാദക്ക് ഓതാൻ അറിയാത്ത 19 കോടി മുസ്ലിമീങ്ങൾ ഈ ഇന്ത്യയിലുണ്ട്. നമ്മൾ 1 കോടി എഴുത്തറിയാം, വായന അറിയാം, ഖുർആൻ ഓതാൻ അറിയാം, ഫാത്തിഹ അറിയാം, യാസീൻ അറിയാം. എന്നാൽ ആ 19 കോടി ജനങ്ങൾക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലയോ? നമ്മുടെ കടമയല്ലയോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അറഫാ മൈതാനിയിൽ വെച്ച് നബി തങ്ങൾ ചെയ്ത ഹജ്ജിൽ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഹജ്ജത്തുൽ വദാ, ഒരു വിടവാങ്ങൽ പ്രഭാഷണം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നടത്തുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ച് സ്വാംശീകരിച്ച് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി.
ആ പ്രഭാഷണം കേൾക്കാൻ 1,00,000 ചില്ലാനം സഹാബാക്കളാണ് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയത്. ആ 1,00,000 ചില്ലാനം സഹാബാക്കളോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ശബ്ദം ശ്രവിച്ചവരെ, നിങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കാത്തവരിലേക്ക് ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ മെസ്സേജുകൾ എത്തിക്കണേ. ഞാൻ പറഞ്ഞത് ഇവിടെ എത്തിപ്പെടാത്ത ആളുകളുണ്ട്, ഇസ്ലാം എത്തിപ്പെടാത്ത രാജ്യങ്ങളുണ്ട്, ഇസ്ലാം എത്തിപ്പെടാത്ത നാടുകളുണ്ട്. ആ നാടുകളിലേക്ക്, ആ രാജ്യങ്ങളിലേക്ക്, ആ ആളുകളിലേക്ക് എന്റെ സന്ദേശം നിങ്ങൾ എത്തിക്കണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ 1,00,000 ചില്ലാനം സ്വഹാബാക്കളോട് നബി തങ്ങളുടെ വിടവാങ്ങൽ ഹജ്ജിൽ പ്രഭാഷണം നടത്തിയപ്പോ സ്വഹാബാക്കൾ വിശ്രമമില്ലാതെ ഓടി അങ്ങ് ചൈനയിലേക്ക്, സ്പെയിനിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക്, ജോർദാനിലും അതുപോലെ തന്നെ ഈജിപ്തിലും ആഫ്രിക്കയിലും എല്ലാ രാജ്യങ്ങളിലേക്കും മഹാന്മാരായ സ്വഹാബാക്കൾ ഓടിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മളെല്ലാം മുസ്ലിമീങ്ങളായി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ നമ്മൾ ഇന്നോ അള്ളാഹുവിനെ മനസ്സിലാക്കിയ നമ്മുടെ മുന്നിലും ഒരു ദൗത്യം ബാക്കിയുണ്ട്. എന്താണ് ആ ദൗത്യം? ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, എന്നാൽ വെറും ഒരു വോട്ട് ബാങ്കായി എന്താണ് രാഷ്ട്രീയമെന്നോ എന്താണ് ഇസ്ലാമെന്നോ ഭൗതിക വിദ്യാഭ്യാസമില്ലാത്ത, മതവിദ്യാഭ്യാസമില്ലാത്ത കോടിക്കണക്കിന് ആളുകളുണ്ട്. ആ ആളുകളിലേക്ക് ദഅവത്ത് എത്തിക്കുക, പരിശുദ്ധ ഇസ്ലാമിന്റെ മെസ്സേജ് എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മദ്രസകൾ കെട്ടിച്ചു കൊടുക്കണം. നമ്മുടെ കേരളത്തിലല്ല മദ്രസകൾ വേണ്ടത്. കേരളത്തിൽ ഒരു മഹല്ലിൽ തന്നെ 4, 5, 10 പള്ളികളും മദ്രസകളുണ്ട്. എന്നാൽ കേരളത്തിന്റെ പുറത്തുള്ള പല സ്ഥലങ്ങളിലും പള്ളികളില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് പൂട്ടിക്കിടക്കുകയാണ്. മദ്രസകളാണെങ്കിൽ പറയേ വേണ്ട, ആ നാടുകളിൽ മദ്രസകളില്ല. ഇതുപോലെ മദ്രസയിൽ വന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫാത്തിഹ മദ്രസയിലേക്ക് വന്ന് അലിഫും ബാവും പഠിക്കുന്ന സിസ്റ്റം അവിടെയില്ല, ഫാത്തിഹ പഠിക്കുന്ന സിസ്റ്റം അവിടെയില്ല. അതുകൊണ്ട് അവർക്ക് ഖുർആൻ നോക്കി ഓതാൻ അറിയില്ല. അത്തരം ആളുകളിലേക്ക് നമ്മുടെ സമ്പാദ്യം ചെലവഴിച്ച് മദ്രസകൾ നിർമ്മിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലയോ? അങ്ങനെ നമ്മൾ എത്തിപ്പെടുമ്പോ അവര് നാളെ അല്ലാഹുവിനോട് പറയില്ലേ, കേരളക്കരയിൽ നിന്നൊരു വിഭാഗം ആളുകളാണ് ഖുർആൻ ഓതാൻ നമ്മളെ പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചത്, നിസ്കരിക്കാൻ പഠിപ്പിച്ചത് എന്ന്. നാളെ ആ നമ്മുടെ രാജ്യങ്ങളിലെ വിദൂര സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ അല്ലാഹുവിനോട് പറയൂലേ? ഇനി അവര് പഠിച്ചില്ലെങ്കിലോ അവർ അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുവേ ഞങ്ങൾക്ക് ദീൻ എത്തിയിട്ടില്ല, അല്ലാഹുവേ ഖുർആൻ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ആളുണ്ടായിട്ടില്ല, ഞങ്ങൾ എങ്ങനെയാണ് ഇത് പഠിക്കുക, ആരും ഞങ്ങളെ പഠിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഉത്തരവാദി? നമ്മളാണ് ഉത്തരവാദി. അല്ലാഹു നിഅമത്ത് നൽകിയ, അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകിയ, അല്ലാഹു സമ്പത്ത് നൽകിയ, ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ട് ഉള്ള സമ്പാദ്യങ്ങളെല്ലാം ഒരൊറ്റൊരു കല്യാണത്തിന് തന്നെ ചെലവഴിച്ചു തീർക്കുന്ന, ഒരു കല്യാണം വന്നാൽ 1 കോടി രൂപ കല്യാണത്തിന് ചെലവഴിച്ചു തീർക്കുന്ന നമ്മള്, 50 ലക്ഷം കല്യാണത്തിന് ചെലവഴിച്ചു തീർക്കുന്ന നമ്മള്, ഒരു ഫംഗ്ഷൻ വരുമ്പോ ആനിവേഴ്സറികളിലായി, ബർത്ത്ഡേകളിലായി ലക്ഷക്കണക്കിന് സമ്പാദ്യങ്ങൾ ചെലവഴിച്ചു തീർക്കുന്ന നമ്മള് അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ സമാധാനം പറയേണ്ടി വരൂലേ പ്രിയപ്പെട്ടവരെ?